ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം ഏവർക്കും. നാം അധിവസിക്കുന്ന ഭൂമിയിൽ പഴമയുടെ ആഹാരരീതി ഇന്നും നിലനിർത്തുന്ന കുറെ അധികം സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അഞ്ചിലക്കറി. കാസർഗോഡ് ക്ലീനിപ്പാറ എന്ന പ്രദേശത്ത് ഒരു വിഭാഗം ആദിവാസികളുടെ ഇടയിൽ കാണപ്പെടുന്ന ഈ വിഭവം നമുക്കിവിടെ പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ 5 ഇലകൾ തന്നെയാണ് ഇതിന്റെ പ്രധാന ചേരുവ. ചീരയില, മുരിങ്ങയില, പാറച്ചീര, മുളകിന്റെ ഇല, മത്തന്റെ ഇല ഇവയെല്ലാം വേണം ആവശ്യത്തിന്. ഇതിനു പുറമെ ഉപ്പ് ആവശ്യത്തിന്, കാന്താരി മുളക് 10 എണ്ണം, തേങ്ങ ചിരകിയത് അരമുറി തേങ്ങയുടേത്, വെളുത്തുള്ളി 4 അല്ലി, വെളിച്ചെണ്ണ 2 സ്പൂൺ. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. ഇതിനായി ആദ്യം ഇലകളെല്ലാം നുറുക്കി വൃത്തിയായി കഴുകിയെടുക്കണം. ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാന കടമ്പയും. ഇനി ഒരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ച് അല്പം വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുരിങ്ങയില ഒഴികെയുള്ള ഇലകളാണ് ആദ്യം വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം ഇളക്കി വേവിക്കുന്ന ഈ ഇലക്കൂട്ടിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 10 കാന്താരി മുളക് ചതച്ചതും കൂടി ചേർക്കണം. ഇവ ചേർത്തിളക്കിയ ശേഷം ഒരു മുറി തേങ്ങ ചിരകിയതും പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കണം. അതിനുശേഷം മുരിങ്ങ ഇലകൾ ഓരോന്നായി ഊരിയിടുകയും നന്നായി വീണ്ടും ഇളക്കുകയും ചെയ്യണം. ഇലകൾ വെന്തു എന്ന് തോന്നുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിളക്കിയാൽ 5 ഇല തോരൻ റെഡി. നമ്മൾ മുകളിൽ സൂചിപ്പിച്ച പോലെ കാസർഗോഡ് ജില്ലയിലെ ക്ലീനിപ്പാറ എന്ന പ്രദേശത്തെ മലയാളവും തുളു ഭാഷയും ഇടകലർന്ന് സംസാരിക്കുന്ന ഒരു പ്രത്യേക ആദിവാസി വിഭാഗക്കാരുടെ ഇടയിലെ ഒരു പ്രത്യേക ഔഷധക്കൂട്ടുകൂടിയാണ് ഈ അഞ്ചിലക്കറി. വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇവരുടെ ഇടയിലെ ഇന്നും ഏക പോംവഴി ഇതുതന്നെ. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായ ഈ ഇലകൾ ശേഖരിച്ചാൽ നമുക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് ഈ അഞ്ചിലക്കറി. അപ്പോ ഇത്തരം പുതുമ നിറഞ്ഞ കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.